ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേണി ആണ്ടാം നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ എൻ്റെ ആദ്യത്തെ ഫോട്ടോ കണ്ടപ്പോഴത്തേനും ഇതാര്, ഇവള് തന്നെയാണോ ഇവള് എന്ന് ചിന്തിക്കണ കുറച്ച് പേരെങ്കിലും ഉണ്ടാവട്ടെ. യെസ് ഗായ്സ്, ഇത് ഞാൻ തന്നെയാണ്. എന്നിട്ട് എപ്പോഴും എല്ലാവരും ചോദിക്കണ ഒരു കാര്യമാണ്, നീ എങ്ങനെയാണ് വെളുത്തത്, നീ എന്താ തേക്കണ, ഞങ്ങൾക്ക് കൂടി പറഞ്ഞരോ. അപ്പൊ ഈ ഒരു കോലത്തിൽ നിന്ന് ഈ ഒരു കോലത്തിലോട്ട് ഞാൻ എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട് ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത്. അത്യാവശ്യം ഫെയർ ആയിട്ടാണ് ഞാൻ ഉണ്ടായത്. ഒരു 7th 8th വരെയൊക്കെ ആ കളർ ടോൺ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ട് നല്ല നിറമുണ്ടായി. 7th 8th ഒക്കെ വരെ ഞാൻ മിനിറ്റിന് സോപ്പിട്ട് മോൻ കഴുകിക്കൊണ്ടിരിക്കും സ്കൂളിൽ പോകുമ്പോ. പിന്നെ ഞാൻ പണ്ട് മുതൽ ഞാൻ പൗഡർ ഭ്രാന്തിയാണ്. എന്നെ എല്ലാവരും കളിയാക്കും, നീ എന്താ പൗഡർ വാരി തിന്നാനാണെന്ന് വെച്ചിട്ട്. കാരണം മിനിറ്റിന് പൗഡർ ഇട്ടുകൊണ്ടിരിക്കും. സ്കൂളിൽ പോകുമ്പോൾ പേപ്പറിൽ പൊതിഞ്ഞിട്ട് പോകും, എവിടെയെങ്കിലും പോകുമ്പോൾ പൗഡർ ഒളിപ്പിച്ചുകൊണ്ട് പോകും. എനിക്ക് പൗഡർ ഇല്ലാണ്ട് ജീവിക്കാനേ പറ്റൂല എന്നുള്ള അവസ്ഥയായിരുന്നു. വേറെ ഒന്നും ഞാൻ മുഖത്ത് എഴുതില്ല, ലിബാം ഇടൂല, ലിപ്സ്റ്റിക് ഇടൂല, കണ്ണു എഴുതൂല, പിരി എഴുതൂല, ഒന്നും ചെയ്യൂല. 24 മണിക്കൂർ ഈ പൗഡർ ഇട്ടുകൊണ്ടിരിക്കും. ഒരു 9th 10th ഒക്കെ ആയപ്പോഴത്തേനും എന്നെ വേറെ സ്കൂളിലോട്ട് ആക്കിയിട്ടാ. അവിടെ സ്കൂൾ മാറിയതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് ഡാർക്ക് ആവാൻ തുടങ്ങി എന്റെ സ്കിന്ന്. കാരണം അവിടെ ഞാൻ നല്ല സ്പോർട്സിനും ഓട്ടവും ചാട്ടവും കളിയും 24 മണിക്കൂർ ഞാൻ വെയിലത്തായിരുന്നു. കാരണം എനിക്ക് അറിഞ്ഞൂടാ വെയിൽ കൊണ്ടാ കറുത്തു പോകുക, അല്ലെങ്കിൽ സൺസ്ക്രീൻ ഇടണം, മോയ്സ്ചറൈസർ ഇടണം, ടോണർ അടിക്കണം. എനിക്ക് സ്കിൻ കെയർ എന്താന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഈ സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സാധനം തന്നെ അന്ന് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഈ ഫേസ് വാഷ് പോലും ഞാൻ മുഖത്തിടൂല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമല്ല. ഞാൻ ഒത്തിരി കാര്യം ഞാൻ ശ്രദ്ധിക്കില്ല. പക്ഷെ 9th 10th പഠിക്കുന്ന സമയത്ത് എന്റെ പണ്ടത്തെ സ്കിന്നിലും നന്നായിട്ട് ഡാർക്ക് ആവാൻ തുടങ്ങി എന്റെ സ്കിന്ന്. എനിക്ക് ഏറ്റവും പണ്ട് കേൾക്കണ ഏറ്റവും സങ്കടമുള്ള കാര്യമാണ്, എന്താണ് ഇത് പണ്ടത്തേലും കറുത്തു പോയല്ലാന്ന്. എനിക്ക് അത് കേൾക്കുമ്പോൾ സങ്കടം വേറെ ഒരു കാര്യത്തിനും ഇല്ല. എന്നിട്ട് മിക്കവരും വന്ന് ചോദിക്കും, എന്താണ് പണ്ടത്തെ നിറവില്ലല്ല, പണ്ടത്തേലും കറുത്തു പോയല്ല, എന്തോ എന്ന് ചോദിക്കും. പിന്നെ 10th ഒക്കെ കഴിഞ്ഞപ്പത്തിനാട്ടാ ഞാൻ എന്റെ ഫേസ് ഒക്കെ കുറച്ച് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ എന്റെ ഉമ്മീന്റെ കൂട്ടുകാരത്തി പുള്ളിക്കാരത്തിന്റെ ഈ 2 കവള് കണ്ട് ഇവിടെ നന്നായിട്ട് കറുത്തിരിക്കുമായിരുന്നു. മൂപ്പരാള് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോ മൂപ്പരാൾക്ക് സ്കിൻ ഞാൻ ഈ സൈഡിൽ ഫോട്ടോ കൊടുത്തേക്ക തേക്കാൻ പറഞ്ഞ് ഡോക്ടർ കൊടുത്തിട്ടുണ്ടായി. അപ്പൊ മൂപ്പരാൾ ആ ക്രീം തേച്ചപ്പത്തിനും ഇവിടെ ഉണ്ട് കറുത്ത പാട് മൊത്തം പോയി, നന്നായിട്ട് വെളുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ നമ്മ പൊതുവായിട്ട് നമ്മൾ ചോദിക്കൂലേ, എന്താണ് ഇത്ര നിറം. അപ്പൊ നമ്മളെ വീടിന്റെ തൊട്ടിപ്പുറത്തെ ചേച്ചി ഉണ്ട്, ആ ചേച്ചി ഈ ചേച്ചി തേച്ച് വെളുത്താണ്ടിട്ട് ആ ക്രീം തേക്കാൻ തുടങ്ങി. ആ ക്രീം തേച്ചപ്പോ ഈ ചേച്ചി 200 ഈ ചേച്ചി ആ ക്രീം തേച്ച് നന്നായിട്ട് വെളുക്കുകയും ചെയ്ത് മുഖമൊക്കെ മൊത്തം റെഡിഷ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിഞ്ഞൂടല്ലോ ചെറുപ്പത്തിൽ റെഡിഷ് അങ്ങനെ എന്താണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വെളുക്കണം ഒരു മൈൻഡ് ആയിരുന്നു എനിക്ക്. ഞാൻ മട ചെയ്യുമ്പോ ഞാനും കൂടി ക്രീം വെച്ചോട്ടെ. ഉമ്മ സമ്മതിക്കൂല, ഉമ്മ ജമ്മ ചെയ്താൽ സമ്മതിക്കൂല. കാരണം അത് സ്കിൻ ലൈറ്റ് നിങ്ങൾക്ക് അറിയാലോ, അത് എന്തോരം കെമിക്കലാണ്, എങ്ങനത്തെ സൈഡ് എഫക്ട് വരും എന്നൊക്കെ. ചെറുതാണ് 10th കഴിഞ്ഞിട്ടുള്ളൂ, എനിക്കെന്തോ 13 14 വയസ്സ് എന്തോ ഉള്ളൂ. അപ്പൊ മുതൽ തുടങ്ങി വിഷം കെട്ടാണ് ക്രീം വെക്കണമെന്ന്. ഉമ്മ എന്തൊക്കെ ചെയ്താലും സമ്മതിച്ചില്ല. എന്ന് അറിയാണ്ട് ഞാൻ ഈ ക്രീം വാങ്ങിച്ച് ഞാൻ ഉമ്മീട്ടൊക്കെ എഞ്ചി ചോദിച്ചു ഉമ്മ പറഞ്ഞാ വാങ്ങിച്ചോ, കുറച്ച് ദിവസം തേക്കാൻ പാടുള്ളൂ, അത് കഴിഞ്ഞ് തേക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ക്രീം മേടിച്ച് ഞാൻ തേച്ച് തുടങ്ങിയപ്പോഴത്തേനും ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എന്റെ സ്കിന്നൊക്കെ നന്നായിട്ട് വെളുക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അങ്ങനെ ഇരുന്ന് ഞാൻ പെട്ടെന്ന് കറുത്തു പോയി. എന്നിട്ട് ഈ ക്രീം തെച്ച് വെളുത്തെന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമായിരുന്നു. പക്ഷെ ഇതിന്റെ എന്താണ് സൈഡ് എഫക്റ്റ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം അന്ന് യൂട്യൂബ് ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ എന്തുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ റിവ്യൂ നോക്കി മിക്ക സാധനങ്ങളും ഇപ്പൊ എല്ലാവരും വാങ്ങിക്കണം യൂട്യൂബിലത്തെ റിവ്യൂ നോക്കിയിട്ടാ. അന്ന് യൂട്യൂബ് ഇല്ല, പണ്ടാറില്ല. എന്റെ ഉമ്മക്ക് ടച്ച് ഫോൺ പോലും ഇല്ല അന്നത്തെ കാലത്ത്. ഇങ്ങനെ ക്രീം തെച്ച് ഞാൻ വർക്കിനൊക്കെ പോകാൻ തുടങ്ങി. വർക്കിനൊക്കെ പോകുമ്പോൾ നന്നായിട്ട് നിറമാണ് ക്രീം തെച്ചിട്ട്. വർക്കിനൊക്കെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും, കഴുത്തിൽ ഈ ക്രീം തേക്കണ സമയത്ത് ഈ ക്രീമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മ ഈ ക്രീം ഇപ്പൊ ഇതിങ്ങനെ ക്രീം തേച്ചിട്ട് ഇതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണാണ്. അപ്പൊ മസാജ് ചെയ്ത് ഇവിടെയൊക്കെ നോർമലി ക്രീമായി, ഇവിടെ ഇപ്പൊ ഇത്തിരി ഭാഗം കട്ട പിടിച്ചിരിക്കണെന്ന് വിചാരിച്ചോ, അപ്പൊ ഈ ഭാഗത്തിന്റെ തൊലി അങ്ങനെ തന്നെ പൊളിഞ്ഞു പോകും. അങ്ങനെയാണ് ഈ ക്രീം. ഞാൻ എന്റെ ഫേസിലൊന്നും അങ്ങനെ പോയിട്ടില്ല. പക്ഷെ ഞാൻ ഈ കഴുത്തിൽ തേക്കുമ്പോ നമ്മ ധൃതിക്ക് ഇങ്ങനെ തേക്കണല്ലേ, ആ കഴുത്തിന്റെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ കുറച്ചായിട്ട് ബ്ലെൻഡ് ആവാണ്ടിരിക്കുന്നുണ്ടാവും. ആ ഭാഗത്തെ ഒരു പീസ് അങ്ങനെ തന്നെ അടർന്നു പോകും. ഭയങ്കര നീറ്റിലാണ്. നമ്മൾ ഈ ഉടുപ്പൊക്കെ ഇടുമ്പോ നമ്മൾ ഈ കഴുത്തൊക്കെ ഒട്ടുമ്പത്തിനില്ലേ ജീവൻ പോവും. കാരണം ആ ഭാഗത്തെ ദേശം അങ്ങനെ തന്നെ പൊളിഞ്ഞു പോകും. അങ്ങനെ ഇരുന്നിട്ടാ അങ്ങനെ ഉമ്മി കണ്ട് ചീത്ത പറയാൻ തുടങ്ങി. കാരണം എനിക്ക് വേദന സഹിക്കാനും പറ്റുള്ള, എന്നാലും ഞാൻ ഈ ക്രീം നിർത്തേമില്ല. അങ്ങനെ ഞാൻ 1-2 ദിവസമൊക്കെ തേക്കൽ നിർത്തി തുടങ്ങിയിട്ടാ. ശരിക്കും പറഞ്ഞാൽ ഈ ക്രീം നിർത്തി കഴിഞ്ഞാല് എല്ലാം ഡാർക്കാവും. പക്ഷെ ഞാൻ നിർത്തിയിട്ടും എന്റെ സ്കിൻ അങ്ങനെ ഡാർക്കൊന്നും ആയില്ല കേട്ടാ. അങ്ങനെ ഞാൻ ഈ ക്രീം 1.5 തേക്കല്, പിന്നെ 2 ദിവസം ഇടവിട്ടായി, പിന്നെ 3 ദിവസം ഇടവിട്ടായി. അങ്ങനെ തേച്ച് ഞാൻ
പയ്യെ പയ്യെ സ്കിപ്പ് ചെയ്യാനായിട്ട് തുടങ്ങണായിരുന്നിട്ടാ. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് വന്നത്. ഞാൻ നോർമലി വീട്ടിൽ തേക്കണ കറിമഞ്ഞളില്ലേ, ആ മഞ്ഞൾ ഞാൻ തലേ ദിവസം ഞാൻ തേച്ചിട്ട് നോർമലായിട്ട് മഞ്ഞൾ കറിമഞ്ഞൾ കേട്ടോ, പച്ചമഞ്ഞളല്ല കറിമഞ്ഞൾ വെള്ളത്തിൽ കലക്കിട്ട് നോർമലായിട്ട് തേച്ചപ്പോ എനിക്ക് ചെറിയൊരു ഇറിറ്റേഷൻ പോലെ തോന്നി. പക്ഷെ മഞ്ഞൾ എന്തുകൊണ്ടും നല്ലതാണല്ലോ, അതുകൊണ്ട് ഞാൻ മഞ്ഞൾ തേച്ച് നോർമലി ഇതാക്കിയിട്ട് കഴുകി കളഞ്ഞു. അപ്പൊ ഇതേപോലെ തന്നെ ഞാൻ തലേ ദിവസവും മഞ്ഞൾ തേച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പത്തിന് എന്റെ പൊന്നോ, എന്റെ ഫേസിലാകെ ചൊറിഞ്ഞിട്ട് എനിക്ക് പുകച്ചിലെടുക്കണ്, ഭയങ്കര പുകച്ചിലെടുക്കണ്. അവസാനം അപ്പൊ തന്നെ ഞാൻ പോയി മുഖം കഴുകിക്കളഞ്ഞു. മഞ്ഞളൊക്കെ ഞാൻ കഴുകിക്കളഞ്ഞിട്ട് എന്നിട്ടും എനിക്ക് പുകച്ചിൽ നിക്കള്ള. മഞ്ഞൾ അങ്ങോട്ട് കഴുകിക്കളഞ്ഞു നോക്കാൻ നേരത്തില്ല എന്റെ ഈ ഫേസ് ഭാഗ്യത്തിന് ഞാൻ അന്ന് മഞ്ഞള് ഫുള്ളായിട്ട് ഞാൻ തേച്ചിട്ടുണ്ടായില്ല. 2 കവളുടെ ഈ ഭാഗത്തും ഈ നെറ്റിന്റെ ഈ ഭാഗത്തും ഇവിടെ മാത്രമേ അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് എന്തോ പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ തേച്ചില്ല. എന്നിട്ട് മഞ്ഞള് കഴുകി കളഞ്ഞപ്പത്തിന് എന്റെ റബ്ബേ, എനിക്ക് ഇപ്പോൾ ഓർക്കുമ്പോ തന്നെ സങ്കടം വരും. എന്റെ ഈ 2 ഭാഗവും വിണ്ടിരിക്കൂല, അതേപോലെ ഇങ്ങനെ എന്തോ ഒരു പോലെ ഇങ്ങനെ വിട്ട് പോലെയൊക്കെ ഇരിക്കണ്. ഞാൻ തൊട്ടെങ്കി കരയാം, കാരണം ഞാൻ അത്രയും ഇതിലായിട്ട് കൊണ്ടിടക്കണം എന്റെ മുഖം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ പിമ്പിൾസ് അപ്പാട ഒന്നുമില്ല കേട്ടോ, ഇതുവരെ വന്നിട്ടില്ല. വല്ല ആണ്ടിലും കൊല്ലത്തിലും ഒരു കുരു വരും, അത് തന്നെ ആ കുരു പോവുകയും ചെയ്യൂട്ടാ. അങ്ങനെ ഇത് കഴിഞ്ഞപ്പത്തിന് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞ് ലീവ് പിടിപ്പിച്ചിട്ട് നമ്മുടെ ഡോക്ടറിന്റെ അടുത്ത് പോയി കണ്ടപ്പത്തിന് ഡോക്ടർ കളഞ്ഞാക്കി ഇനി ആ ക്രീം മേലാക്കി തേക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു റോസ് കളറിൽ ഒരു ടിന്നിത്തെ ഒരു സാധനം തന്നു. അലർജിക്ക്, എനിക്ക് സ്കിൻ അലർജി ആയതാണ്, അപ്പൊ അലർജിക്ക് തേക്കണ ഒരു റോസ് കളറുള്ള സാധനം തന്നു. അപ്പൊ അത് തേച്ചപ്പോഴും കുറവുണ്ട്. ഞാൻ എന്നിട്ട് 2-3-4 ദിവസത്തേക്ക് ഞാൻ വർക്കിനേ പോയില്ല, കാരണം ഈ ഫേസും വെച്ച് ഞാൻ എങ്ങനെ വർക്കിന് പോകും. അങ്ങനെ വർക്കിനെ ഞാൻ പോയില്ല കേട്ടോ. പിന്നെ മുൾത്താനി മെട്ടിയില്ലേ, നമ്മളെ മുൾത്താനി മെട്ടി, അത് റോസ് വാട്ടർ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ തേക്കോർന്നിട്ടാ. ഡോക്ടർ തന്നാ മറ്റേ ഈ അലർജീന്റെ ഇത് തേച്ചിട്ട് പോണേലും കൂടുതൽ ഞാൻ ഈ മുൾത്താനി മെട്ടി വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് കഴിക്കളമ്പത്തിന് നന്നായിട്ട് പോണ്ടായി. അപ്പൊ ഞാൻ ഡെയിലി മുൾത്താനി മെട്ടി തേക്കാൻ തുടങ്ങിയിട്ടാ. അങ്ങനെ തേച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേന് എന്റെ ഫേസ് ഇത് മൊത്തം പോയിട്ടാ. വന്നതിന് ശേഷം ഞാൻ തീരുമാനിച്ചേട്ടാ, ഒരു വൈറ്റനിങ് ക്രീമും ഇനി എന്റെ ഫേസിൽ ഞാൻ തേക്കേ ഇല്ലെന്ന്. കാരണം എന്റെ ലൈഫിൽ ഞാൻ എന്റെ സ്കിന്നിന്റെ കാര്യത്തിൽ ആദ്യമായിട്ടാണ് അത്രക്ക് ഞാൻ ടെൻഷൻ അടിക്കണം. കാരണം കരഞ്ഞ് ഞാൻ മെഴുകി ആകെ ഞാൻ അലാക്കായി പോയി. അതെങ്ങാനും പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താലാന്ന് ഞാൻ ഇടക്കിടക്ക് ആലോചിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എനിക്കിതൊരു പാടമാണ്. അപ്പൊ അതിനുശേഷം ഞാൻ ക്രീം എന്ന് പറഞ്ഞ സാധനമേ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് എന്താ പറ്റാന്ന് വെച്ചാൽ ഈ സ്കിൻ ലൈറ്റ് നമ്മൾ തേക്കൂലേ, സ്കിൻ ലൈറ്റ് നമ്മൾ തേക്കുമ്പോൾ നമ്മളെ സ്കിന്നിന്റെ ഓരോ ലെയറാണ് ഈ അടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് വൈറ്റനിങ് ആവും എന്ന് പറഞ്ഞില്ലേ, ആ വൈറ്റനിങ് ആവണത് നമ്മുടെ സ്കിന്നിന്റെ ഓരോ കോട്ടിങ് നമ്മൾ തേക്കുന്തോറും ഓരോ തൊലിയായിട്ട് പറഞ്ഞു പോയിട്ട് നമ്മൾ ഉള്ളിലത്തെ സ്കിന്നാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സ്കിൻ ലൈറ്റ് നമ്മുടെ സ്കിന്നിന് വർക്ക് ചെയ്യണ പരിപാടി. അങ്ങനെ സ്കിന്ന് പോയി അപ്പൊ ഞാൻ ഓൾറെഡി വന്ന് കറിമഞ്ഞൾ എടുത്ത് തേച്ചപ്പോ അത് ഇൻഫെക്ഷൻ ആയിട്ട് അലർജി ആയതാണ് എന്റെ ഫേസിൽ. അപ്പൊ അതിനുശേഷം ഞാനൊരു ക്രീമോ ഒന്നും തേക്കൂല. എന്ത് സാധനം മഞ്ഞൾ കൊണ്ടുള്ള എന്ത് സാധനം തേക്കണേ എന്നൊക്കെ ഞാൻ സെർച്ച് ചെയ്തപ്പോ മഞ്ഞളും തേങ്ങാപ്പാലില്ലേ, നമ്മൾ നോർമലി തേങ്ങാപ്പാല്, മഞ്ഞളും തേങ്ങാപ്പാലും കൂടി അരച്ച് തേച്ച് നന്നായിട്ട് നിറം വെക്കൂന്ന് കുറെ കണ്ട് ഞാൻ യൂട്യൂബിൽ. പക്ഷെ ഇത് കണ്ടപ്പോ എനിക്കൊരു എന്നാ ഓക്കെ ഇത് തേച്ച് നോക്കാന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇത് ഞാൻ തേച്ച് നോക്കിയിട്ട് ഇത് തേച്ച് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് ചേഞ്ച് വരാൻ തുടങ്ങിയിട്ട് എന്റെ ഫേസിൽ. നോർമലി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ മഞ്ഞളും പാലും തേക്കും. പക്ഷെ മഞ്ഞളും പാലും തേക്കണ സമയത്ത് നല്ല കളറായിരിക്കും. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ആ കളർ അതേപോലെ തന്നെ പോവുകയും ചെയ്യും. പാലും മഞ്ഞളും കൂടി തേച്ച് തുടങ്ങിയപ്പോഴത്തേനും എന്റെ ഫേസ് നന്നായിട്ട് നിറം വെക്കാൻ തുടങ്ങിയിട്ടാ. പെർമനന്റ് ആയിട്ട് നിറം എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ ആ നിറം നല്ലോണം നിലനിൽക്കുകയും ചെയ്തിട്ടാ. നോർമലി നമ്മൊരു ക്രീം തേച്ചാല് ആ ക്രീം തേച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കളർ പോകൂലേ. പക്ഷെ ഈ മഞ്ഞളും തേങ്ങാപ്പാലും തേച്ച് തുടങ്ങിയിട്ട് നന്നായിട്ട് ഞാൻ വെളുക്കാൻ തുടങ്ങി. പിന്നെ ആ കളർ ഞാൻ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, തേച്ചാൽ ആ കളർ അവിടെ തന്നെ പെർമനന്റ് ആയിട്ട് നിൽക്കണുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എന്റെ ആ സമയത്തൊന്നും ഞാൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ സാധനം ഞാൻ അപ്ലൈ ചെയ്യില്ല. ഫേസ് വാഷ്, സൺസ്ക്രീൻ, ഇതൊന്നും സ്കിൻ കെയർ ചെയ്യണ ഒരു സാധനവും ഞാൻ അപ്ലൈ ചെയ്യില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പയ്യെ ലിപ് ബാം തേച്ച് തുടങ്ങിയിട്ട്, ലിപ് ബാം മറ്റേ പിങ്ക് കളർ ലിപ് ബാമിൽ ആ ലിപ് ബാം തേച്ച് തുടങ്ങി. അങ്ങനെ ഉണ്ടാ ഞാൻ എന്റെ ഫേസിലത്തെ ഓരോ മാറ്റങ്ങൾ ഞാൻ വരുത്തിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ട് തുടങ്ങി. പിന്നെ ആ ലിപ്സ്റ്റിക് ഇടുന്നത് ഇത്തിരി കട്ടിക്കിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എന്റെ ലൈഫിൽ ഓരോ ചേഞ്ചസ് ആയിട്ട് ഞാൻ വരുത്തിക്കൊണ്ട് വന്നത്. ഐബ്രോ ഒന്നും അങ്ങനെ എഴുതൂലായിരുന്നു. പിന്നെ ഞാൻ ഐബ്രോ ചെയ്ത് തുടങ്ങി. ഐബ്രോ എഴുതി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഐബ്രോ ഇല്ലാണ്ട് പറ്റാണ്ടായി. പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഐബ്രോ എഴുതിയേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഇതിലായി. എനിക്ക് ഒരു വെളുത്ത് തുടുക്കണമെന്നല്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫേസിൽ പാടാ കുരുവോ ഒന്നും ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് വെളുക്കണം എന്നുള്ള ചിന്ത വന്നത്.
സോ നിങ്ങളെ സ്കിന്ന് നിങ്ങൾ കറുത്തിട്ടായാലും വെളുത്തിട്ടായാലും സ്കിന്നിന്റെ കളറിലല്ല കാര്യം, നമ്മളെ സ്കിന്ന് നമ്മ എന്തോരം ഹെൽത്തി ആൻഡ് ഗ്ലോ ആയിട്ട് നമ്മ വെക്കണം, അതിലാണ് കാര്യം. ഇപ്പൊ പിന്നെ എല്ലാവരുടെ കയ്യിലും യൂട്യൂബും ഉണ്ട്, ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഫോൺ, ടച്ച് ഫോൺ ഇല്ലാത്ത ഇപ്പൊ ആൾക്കാരില്ല. അപ്പൊ എല്ലാവരും ഇപ്പൊ യൂട്യൂബിൽ നോക്കി ഓരോ റെമഡീസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെറിയതായിട്ട് ഓരോ ഹോം റെമഡീസ് ഒക്കെ ആയിട്ട് ഞാൻ ഓരോന്ന് തേച്ച് കൊടുക്കൂട്ടാ. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഫേസിൽ ഒരു വൈറ്റനിങ് ക്രീം ഞാൻ തൊട്ടിട്ടേ ഇല്ലട്ടോ. എനിക്ക് പേടിയാണ് എന്തെങ്കിലും ഇത് തൊടാനായിട്ട്. തരി പഠിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് ടാൻ അടിച്ച് പണ്ടാറായിരിക്കണായിരുന്നു. ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുത്തേക്കാട്ടാ. മൊത്തം സ്കിന്ന് ശ്രദ്ധിക്കാണ്ട് ഓട്ടം ചാട്ടം പൊടി അത് ഇതൊക്കെ ആയിട്ട് സ്കിന്നി ഈ കോലായിട്ടാ. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഹോം റെമഡീസ് ആയിട്ട് തേച്ച് തുടങ്ങിയിട്ടാ. പിന്നെ അരിപ്പൊടിയും മറ്റേ കാപ്പിപ്പൊടി, കടലമാവ് ഇതൊക്കെ മിക്സ് ചെയ്ത് ഞാൻ തേക്കാറുണ്ട്. അപ്പോഴൊക്കെ എന്റെ ഫേസിന് നന്നായിട്ട് ബ്രൈറ്റ്നസ് കിട്ടിയ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഞാൻ എന്ത് ഫേസ് പാക്ക് ഞാൻ തേച്ചാലും ഞാൻ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ തേക്കും. അപ്പോഴേ എനിക്ക് നന്നായിട്ട് റിസൾട്ട് നമുക്ക് തന്നെ കിട്ടിയെന്ന് നമുക്ക് തോന്നുള്ളൂ. ഒരു ഫേസ് പാക്ക് നമ്മൾ ഒരു പ്രാവശ്യം തേച്ചിട്ട് ഇത് കൊള്ളൂല, എന്റെ സ്കിന്നിന് ചേരളെന്ന് പറഞ്ഞ് നമ്മ അങ്ങനെ സ്കിപ്പ് ചെയ്ത് നമ്മ എന്ത് കാര്യം നമ്മൾ കണ്ടിന്യൂ ചെയ്താലും ഒരു 7 ഡേയ്സ് മാക്സിമം നമ്മൾ ചെയ്താലേ നമ്മുടെ സ്കിന്നിന് അതിനേതായിട്ടുള്ള റിസൾട്ട്. 10th കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ എന്റെ ലൈഫിലും എന്റെ സ്കിന്നിലും എന്റെ സ്കിന്നിലായാലും എന്റെ ബോഡിയിലായാലും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോന്നായിട്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ആദ്യം എന്റെ 10th പഠിക്കുന്ന സമയത്ത് എന്റെ ഹെയർ സ്റ്റൈൽ പറഞ്ഞാൽ മറ്റേ അമ്പ വെച്ച് പൊക്കി വെക്കൂല, അതായിരുന്നു എന്റെ ഹെയർ സ്റ്റൈൽ. പക്ഷെ 10th കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇതേപോലത്തെ ഓരോ കട്ട് പീസ് ഒക്കെ വെട്ടി തുടങ്ങി. എനിക്കിത് ഭയങ്കര ഇഷ്ടം. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ കട്ട് പീസ് വെട്ടിയുള്ള ഹെയർ സ്റ്റൈല് ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോഴും ഞാൻ എന്റെ ഫേസിൽ സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ ടോണറോ ഇതൊന്നും അടിക്കൂല കേട്ടോ. സൺസ്ക്രീനൊന്നും എന്റെ ഫേസിൽ ഇടാറില്ല കേട്ടോ. ഇപ്പോഴും ഞാൻ സൺസ്ക്രീൻ ഇടൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. പക്ഷെ ഇപ്പോഴും ഞാൻ എന്റെ ഫേസിൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സാധനം ഇടാറില്ല കേട്ടോ. ഞാൻ വലിയ കാര്യത്തിൽ പർപ്പിളിന്ന് ഡേംഡോക്കിന്റെ സൺസ്ക്രീൻ ഒക്കെ വാങ്ങിച്ചു. പക്ഷെ 1-2 വട്ടം എന്തോ ഇട്ടു. അതിനുശേഷം ഞാൻ അതേപോലെ തന്നെ അവിടെ പൊട്ടിക്കാണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. പക്ഷെ ഈ എടുത്ത് ഒരു കഴിഞ്ഞ മാസമൊക്കെ ഞാൻ മറ്റേ സ്നെയിൽ മ്യൂസിന്റെ ഒരു ഫേസ് വാഷ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, കൊറിയൻ ഫേസ് വാഷ്. അത് ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. അത് ഒരു 3 ബോട്ടിലോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഫേസ് വാഷ് ആണ്, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട്. അതിന്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം. 200 സംതിങ് എന്തോ ഉള്ളൂ. അത് നമ്മ കൈകി കളയുമ്പോഴത്തേന് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയ പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ 3 ബോട്ടിലോളം ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വാങ്ങിച്ചിട്ടില്ല, മേടിക്കണം ഇൻഷാല്ല. അപ്പോ നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ചേഞ്ചസ് ആയിട്ട് നിങ്ങളെ ഫേസിൽ വരുത്താട്ടാ. നമ്മ ഫസ്റ്റ് തന്നെ മേക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സ്കിൻ കെയർ ഒന്നും ചെയ്യേണ്ടത് നമ്മൾ കുറെ മേക്കപ്പ് ഇട്ടിടുന്നതുകൊണ്ടൊന്നും ആയില്ല. നമ്മളെ ഫേസിലുള്ള ഇത് വേണം നമ്മൾ ഫസ്റ്റ് ക്ലിയർ ചെയ്യാനായിട്ട്. എന്നിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴേ നമുക്ക് മേക്കപ്പിന്റെ ഇത് നമുക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് വീട്ടിൽ നമുക്ക് എപ്പോഴും 24 മണിക്കൂർ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ലല്ല. നമ്മ എപ്പോഴും നമ്മളെ നോർമലി ഫേസിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടത് സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ ചെയ്താലേ നമ്മളെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. കറുത്തതായാലും വെളുത്തതായാലും അയ്യോ ഞാൻ കറുത്തതാണല്ലോ എന്ന് വിചാരിച്ചിരിക്കാണ്ട് എന്റെ ഫേസ് ഇതാണ്, എന്റെ ഫേസ് എനിക്ക് ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആക്കണം, അല്ലെങ്കിൽ എന്റെ ഫേസിൽ പിമ്പിൾസ് ഡാർക്ക് മാസ് എന്റെ ഫേസ് ഒന്നും കൂടി എനിക്ക് ഗ്ലോ ആക്കണം, അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. നോക്കാനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. ആരും ഭംഗി കുറവ് ഭംഗി കൂടുതൽ ഒന്നുമില്ല. ചിലവർക്ക് നിറം കുറവാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. ചിലവർക്ക് കുറെ നിറം ഉണ്ടായിട്ട് അതിൽ ഭംഗി കുറവായിരിക്കും. അപ്പൊ അങ്ങനൊന്നല്ല. നമ്മളെ സ്കിൻ ഏതായാലും നമ്മുടെ സ്കിന്ന് നല്ല പ്രോപ്പർ ആയിട്ട് ഹെൽത്തി ആയിട്ട് നോക്കിയാലും നമ്മളെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുള്ളൂ. ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയേണ്ട ഞങ്ങളും ഈ തേങ്ങാപ്പാലും കൊണ്ടുള്ള പാക്ക്, അത് നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. നമ്മളെ ഫേസ് നല്ല വൈറ്റനിങ് ആവാനായിട്ട് നമ്മളെ സഹായിക്കും. കണ്ടിന്യൂസ് ആയിട്ട് തേച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടും. ഇപ്പൊ പാക്കറ്റിൽ കിട്ടണില്ല തേങ്ങാപ്പാൽ, അതൊന്നല്ല കേട്ടോ. നോർമലി തേങ്ങാന്റെ പാല് തന്നെ എടുക്കണം. ലിപ്സ്റ്റിക്ക് ആദ്യമൊക്കെ ഞാൻ തൊട്ടേയില്ലായിരുന്നു. ലിപ് ബാം പോലും ഞാൻ എന്റെ ചുണ്ടി തേക്കില്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വെറുതെ നാക്കൊണ്ട് ഇങ്ങനെ വെറുതെ കാണിച്ച് ചുണ്ട് നനച്ച് വെക്കൂന്നല്ലാണ്ട് ലിപ് ബാം ഞാൻ യൂസേ ചെയ്യൂലായിരുന്നു കേട്ടോ. അപ്പൊ 10th ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പറ്റാനായി. ഇവിടെ നല്ല കട്ട തൈര് എടുത്തിട്ട് ഫേസിൽ കുറച്ചു നേരം വെക്കും, എന്നിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയും. അതൊക്കെ നമ്മളെ ടാനൊക്കെ റിമൂവ് ആയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ തൈരും പാലും ഒക്കെ ഞാൻ ഇടക്കിടക്ക് വെറുതെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്റെ ഹെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കേളി അല്ല, ഭയങ്കരമായിട്ട് സ്ട്രൈറ്റ് അല്ല, മീഡിയം ഹെയർ ആണ്. കുറച്ച് കേളി ആയിട്ടുള്ള ടൈപ്പാണ്. കട്ടൊക്കെ ചെയ്ത് ഹെയർ മറ്റേ സ്റ്റെപ്പ് കട്ട് ഒക്കെ ഞാൻ വെട്ടി തുടങ്ങി തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുത്തപ്പോ തന്നെ എന്റെ ഫേസ് മൊത്തം ചേഞ്ച് ആയി. ഒരു ഫേസ് എന്റെ റൗണ്ട് ഫേസ് കവളൊക്കെ ഉള്ള ഫേസ് ആയതുകൊണ്ട് എനിക്ക് സ്ട്രൈറ്റ് ഹെയർ ചേരൂല. സ്ട്രൈറ്റ് ഹെയർ ഞാൻ സ്ട്രൈറ്റ് തന്നെ മുടി ചെയ്തതിന് എന്റെ മുഖം
ഇങ്ങനെ ഇരിക്കും വണ്ണുള്ളതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കേളി ഹെയർ തന്നെയാണ് ഇഷ്ടം. അപ്പൊ ഒന്നും കൂടി സ്റ്റെപ്പ് കട്ട് കെട്ടിയപ്പോ ഒന്നും കൂടി എന്റെ അടിപൊളിയായിട്ട് എന്റെ ഹെയർ ഇരിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഞാൻ എന്റെ ഫേസിന്റെ ഹെയർസ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുമായിരുന്നു റേസേഴ്സ് വെച്ചിട്ട്. എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ചെയ്യണവരൊക്കെ ഉണ്ടെന്നാലും ചെയ്താല് പണ്ടത്തേലും കൂടുതലായിട്ട് ഓസ്മ ജാസ്മിനെ പോലെയൊക്കെ ഞാൻ ആകുമെന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോഴത്തേനും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയ പോലെയും നമ്മുടെ ഫേസ് ഹെയർസ് റിമൂവ് ചെയ്തപ്പോ തന്നെ ഒന്നും കൂടി ബ്രൈറ്റൻ ആയ പോലെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ വെളുക്കണോ എന്നുള്ള ഇതിലേക്കണേ. അപ്പൊ എന്തൊക്കെ രീതിയിൽ വെളുക്കാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. കാരണം മഞ്ഞളും ഈ തേങ്ങാപ്പാലിന്റെ ഇതൊക്കെ എന്റെ സ്കിന്ന് പെർമനന്റ് ആയിട്ട് കളർ കിട്ടിയെന്ന് ഒരു ഹോം റെമഡിയും കൂടിയാണ്. മ്യൂസിയൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുള്ള് വീട്ടിലുള്ള ഹോം റെമഡീസ് ആയിട്ട് ചെയ്ത് നോക്കിക്കണം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പെട്ടെന്ന് വെളുക്കണമെന്നും പറഞ്ഞിട്ട് എന്നെ പോലെയോ കണ്ണി കണ്ട ക്രീമൊന്നും വാരി തേക്കാണ്ട് നമ്മളെ വീട്ടിൽ കിട്ടണ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഹോം റെമഡീസ് നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാണ്ട. പിന്നെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ സ്കിൻ കെയർ കൊടുക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ഐ ക്രീമൊക്കെ തേച്ച് നമുക്ക് പെട്ടെന്ന് വെളുക്കാനായിട്ട് പറ്റും. പക്ഷെ ആ ക്രീം നമ്മൾ ഒരു ദിവസം 2 ദിവസം കൂടി പോയി ഒരു 5 ദിവസം തേച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പണ്ടത്തേനേലും ഡബിൾ ആയിട്ട് നമ്മളെ സ്കിന്ന് കറുത്തു പോകും. അത്രയും ഇതിലിരുന്ന് എന്റെ സ്കിന്നിനെ ഈ കോലത്തിലാക്കാനായിട്ട് ഞാൻ ചെയ്തതും എന്റെ ലൈഫിൽ വന്ന മാറ്റങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേക്കണത്. എന്റെ ഈ 10th ഒക്കെ കഴിഞ്ഞ് ഞാൻ ഓരോന്ന് എന്റെ ലൈഫിൽ ചേഞ്ച് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനാണ് എന്റെ സ്കിന്നായാലും എന്റെ ബോഡി ആയാലും എന്റെ കളർ ആയാലും എല്ലാം എനിക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റിയത്. പിന്നെ ഞാൻ എന്റെ ഫേസിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഐബ്രോസ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫസ്റ്റ് ഐബ്രോ എന്ന് പറഞ്ഞ സാധനം എഴുതേയില്ല. പക്ഷെ ഐബ്രോ എഴുതി തുടങ്ങിയതിന് ശേഷം ഞാൻ നന്നായിട്ട് ചോദിക്കും, മൈക്രോ ബ്ലേഡിങ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഐബ്രോ എഴുതുന്നത്, എഴുതാണെന്ന് പറഞ്ഞു. കണ്ണ് എഴുതിയില്ലെങ്കിൽ പോലും ഞാൻ എന്റെ ഐബ്രോ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് ഞാൻ പുറത്തോട്ട് പോകുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾക്ക് വെളുക്കണോന്നുള്ള ചിന്ത വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ചിന്ത ഫസ്റ്റ് അങ്ങനെ എടുത്ത് മാറ്റാം. നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്, എന്റെ സ്കിന്ന് കുറച്ചും കൂടി ബ്രൈറ്റൻ അപ്പ് ആക്കുക, അല്ലെങ്കിൽ എന്റെ സ്കിന്ന് പിമ്പിൾസ്, എന്റെ സ്കിന്ന് കുറച്ചും കൂടി ഗ്ലോ ആക്കുക, അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. അല്ലാണ്ട് വെളുക്കണം എന്ന് പറഞ്ഞ് എന്നെ പോലെ ചിന്തിക്കരുതിട്ടാ. പിന്നെ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കൂട്ടെ. നമ്മളെ സ്കിന്ന് ഗ്ലോ ആവാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണ കാര്യമുണ്ട്. സ്കിന്ന് നമ്മൾ നന്നായിട്ട് വെള്ളം കൊടുക്കണം. നമ്മൾ ആ വെള്ളം കൊടുക്കാത്തവരുടെ സ്കിന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഭയങ്കരമായിട്ട് വറ്റി വരണ്ടുണങ്ങിയ പോലത്തെ സ്കിന്നായിരിക്കും. ഞാൻ നന്നായിട്ട് എന്റെ സ്കിന്നിന് വെള്ളം കൊടുക്കൂട്ടെ. പിന്നെ ഞാൻ എന്റെ ഫേസിൽ ഓരോ മസാജൊക്കെ ചെയ്ത് കൊടുക്കാറായിട്ടുണ്ട്, എന്റെ ഡബിൾ ചിന്ന് ചാടാണ്ടിരിക്കാനായിട്ട്. ഇപ്പൊ ചാടിയിട്ടുണ്ട് കേട്ടോ, വണ്ണം വെച്ചിട്ട് ഇപ്പൊ കുറച്ച് ഡബിൾ ചിന്ന് ചാടിയിട്ടുണ്ട്. വേറെയും ഹോം റെമഡീസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയ ഹോം റെമഡീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയണില്ല, കാരണം ഇത് ഭയങ്കര ലെങ്തി ആയിട്ട്. അപ്പോ ഗൈസ്, ഇതൊക്കെയാണ് കേട്ടോ എന്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ ഞാൻ ചെയ്ത വ്യത്യാസങ്ങള്. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആവണമെങ്കിൽ ആകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടാ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടാ. അതുവരെ